ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് 2 നോസിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 2 നോസിലാണ്. ഒരെണ്ണം ഓപ്പൺ സ്റ്റാർ, അതുപോലെ തന്നെ ഒരെണ്ണം ക്ലോസ്ഡ് സ്റ്റാറുമാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വരിക വിൽട്ടണിൽ ഈ ഓപ്പൺ സ്റ്റാർ 1M ആണ്. അപ്പോൾ 100 വരുമ്പം N1 ആവും. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ക്ലോസ്ഡ് സ്റ്റാറാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വരിക വിൽട്ടണിലാണെങ്കിൽ 2D, 100 N2. അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് രണ്ടിന് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ശരിക്കും ഇതിന് വലിയൊരു വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ തന്നെ അത് കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് പറയുക. ഇതിൽ ഏതെങ്കിലും ഒരു നോസിൽ ഉണ്ടായാൽ മതി, നമ്മൾക്ക് ഒരു കേക്കിൽ നല്ല അടിപൊളി ഡിസൈൻസ് ഉണ്ടാക്കാം. ബോർഡർ ആയാലും അതിൻ്റെ മേലെ ആയാലും നല്ല അടിപൊളി ഡിസൈനുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം 2 നോസിലും ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലിട്ട് അതിൽ ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് സ്റ്റാറിൽ ഫില്ല് ചെയ്ത ക്രീം ഓറഞ്ച് കളറാണ്. അതുപോലെ 1M അതായത് ഓപ്പൺ സ്റ്റാറിൽ ചെയ്തിട്ടുള്ളത് പിങ്ക് കളറാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു റോസറ്റിയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഓപ്പൺ സ്റ്റാർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ആദ്യം കുറച്ച് ക്രീം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ക്ലോസ്ഡ് സ്റ്റാർ വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും, വലിയൊരു വ്യത്യാസമൊന്നുമില്ല. 2 വെച്ചും നമുക്ക് നല്ല നല്ല ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കേക്കിൻ്റെ സൈഡിലായാലും ബോർഡർ കൊടുക്കാനായാലും അതുപോലെ കേക്കിൻ്റെ മേലെ ആയാലും നമുക്ക് ഏതെങ്കിലും ഒരു നോസിൽ മതി നല്ല ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് കപ്പ് കേക്കിൽ. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡാർക്കിന് പിങ്ക് ചെയ്തത് 1M നോസിൽ വെച്ച്, ഇപ്പോൾ ഈ ലൈറ്റ് പിങ്ക് ചെയ്യുന്നത് N2 നോസിൽ വെച്ചാണ്. അപ്പോൾ ഇതുപോലെ നല്ല റോസറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി അടുത്തത് ഇതുപോലെ നമുക്ക് സ്റ്റാർസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 2 വെച്ച് നമുക്ക് സെയിം ഡിസൈൻ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് ഇതുപോലെ ഒന്ന് നമ്മുടെ കൈ ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. ഇതുപോലെ കേക്കിൻ്റെ മേലെയൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല ഡിസൈനാണ്. ഇത് കേക്കിൻ്റെ ബോർഡർ, അതായത് താഴത്തൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. പിന്നെ നോസിൽ വെച്ച് ഞാൻ ഫുള്ള് ഡിസൈൻ ഒന്നും കാണിക്കുന്നില്ല, കാരണം പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇതുപോലത്തെ ഡ്രോപ്പ് ഫ്ലവർ നല്ല ഭംഗിയാണ്. എനിക്ക് ആ റോസറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോപ്പ് ഫ്ലവറാണ് ഇത് ചെയ്യാനിഷ്ടം. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഇതിൽ കാണിച്ചു തരാം. ഈ ഡ്രോപ്പ് ഫ്ലവർ നമുക്ക് ബേക്കിംഗ് പേപ്പറിൽ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കൊടുത്തൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ബേക്കിംഗ് പേപ്പറിൽ നിന്ന് പീൽ ചെയ്ത് കേക്കിൻ്റെ മേലെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്, ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് കപ്പ് കേക്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബട്ടർ ക്രീം വെച്ചാണ്. അപ്പോൾ ഈ നോസിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കപ്പ് കേക്കൊക്കെ അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയൊരു റോസറ്റ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അതിന് ഒരുപാട് ചുറ്റിച്ചെടുക്കേണ്ട, ഒറ്റൊരു റൗണ്ടാക്കി എടുത്താൽ മതി. ഇതുപോലെ നല്ല കുഞ്ഞു റോസറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 2 നോസിലും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. അതുപോലെ ഇത് വെച്ചിന് കേക്കിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ പിന്നൊരു ദിവസം ചെയ്ത് കാണിച്ചു തരാം. താങ്ക് യു.